പ്രവാസ ലോകത്തെ വിശേഷങ്ങളുമായി മിഡിസ്റ്റ് അവർ ആരംഭിക്കുന്നു. എണ്ണ ഖനന മേഖലയിലും വൻ നിക്ഷേപം നടത്താൻ ഖത്തർ. അൽ ഷഹീൻ പദ്ധതിയിൽ $600 കോടി വികസന പ്രവർത്തനങ്ങൾക്കാണ് കരാർ നൽകിയത്. ഖത്തറിലെ ഏറ്റവും വലിയ എണ്ണ ഖനന പദ്ധതിയാണ് അൽ ഷഹീൻ. ഓഫ്ഷോർ പദ്ധതിയായ ഇവിടെ നിന്നും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് $600 കോടി കരാർ നൽകിയത്. റുയ എന്ന് പേരിട്ടിരിക്കുന്ന വികസന പദ്ധതി വഴി പ്രതിദിനം 1 ലക്ഷം ബാരലിന്റെ ഉൽപാദനമാണ് ലക്ഷ്യമിടുന്നത്. 2027 മുതൽ പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും. 5 വർഷം കൊണ്ട് 550 മില്യൺ ബാരലാണ് ലഭിക്കുക. ഇതിനായി 200 പുതിയ എണ്ണക്കിണറുകളും കേന്ദ്രീകൃത പ്രോസസ് കോംപ്ലക്സുമെല്ലാം പണിയും. അൽ ഷഹീൻ പദ്ധതിയിൽ 70% ഓഹരി ഖത്തർ എനർജിക്കും 30% ടോട്ടൽ എനർജിക്കുമാണ്. നോർത്ത് ഫീൽഡ് പ്രകൃതിവാതക പദ്ധതികളുടെ വിപുലമായ വികസനത്തിന് പിന്നാലെയാണ് എണ്ണ ഖനന മേഖലയിലും ഖത്തർ കൂടുതൽ നിക്ഷേപം നടത്തുന്നത്. മീഡിയ 1 ദോഹ. UAE-യിൽ നാളെ മുതൽ പെട്രോൾ വില വർദ്ധിക്കും. പെട്രോൾ ലിറ്ററിന് 6 ഫിൽസ് വരെ ഉയരും. എന്നാൽ ഡീസൽ ലിറ്ററിന് 1 ഫിൽസ് കുറയ്ക്കാനും സർക്കാർ തീരുമാനിച്ചു. ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലെ ഇന്ധനവില നിർണയ സമിതിയാണ് ഫെബ്രുവരി മാസത്തേക്കുള്ള ഇന്ധനവില പ്രഖ്യാപിച്ചത്. സൂപ്പർ പെട്രോളിന് 6 ഫിൽസ് വർദ്ധിപ്പിച്ചപ്പോൾ മറ്റ് പെട്രോൾ ഇനങ്ങൾക്ക് ലിറ്ററിന് 5 ഫിൽസ് വീതമാണ് വർധന. 2 ദിർഹം 82 ഫിൽസ് വിലയുണ്ടായിരുന്ന സൂപ്പർ പെട്രോളിന് 2 ദിർഹം 88 ഫിൽസ് ആകും. സ്പെഷ്യൽ പെട്രോളിന് 2 ദിർഹം 76 ഫിൽസ് വിലയാകും. ജനുവരിയിൽ 2 ദിർഹം 71 ഫിൽസ് ആയിരുന്നു നിരക്ക്. E+ പെട്രോളിന്റെ വില 2 ദിർഹം 64 ഫിൽസിൽ നിന്ന് 2 ദിർഹം 69 ഫിൽസ് ആകും. ഡീസൽ വില ജനുവരിയിൽ ലിറ്ററിന് 3 ദിർഹമായിരുന്നത് ഫെബ്രുവരിയിൽ 2 ദിർഹം 99 ഫിൽസ് ആകും. മീഡിയ 1 ദുബായ്. ഖത്തറിൽ ഫെബ്രുവരി മാസത്തിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. ജനുവരിയിലെ വിലയിൽ നിന്നും മാറ്റമുണ്ടാവില്ലെന്ന് ഖത്തർ എനർജി അറിയിച്ചു. പ്രീമിയം പെട്രോൾ വില 1.95 ഖത്തർ റിയാലും സൂപ്പർ ഗ്രേഡിന് 2.10 ഖത്തർ റിയാലുമായി തുടരും. ഡീസലിന് 2.05 ഖത്തർ റിയാലാണ് നിരക്ക്. സൗദിയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് സിവിൽ ഡിഫൻസ് വിഭാഗത്തിൽ നിന്നുള്ള ലൈസൻസ് നിർബന്ധമാക്കി. സിവിൽ ഡിഫൻസിൽ നിന്നുള്ള ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ കൊമേഴ്സ്യൽ ലൈസൻസുകൾ പുതുക്കി നൽകില്ല. ഫെബ്രുവരി 20 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. വ്യാപാര സ്ഥാപനങ്ങളുടെ കൊമേഴ്സ്യൽ ലൈസൻസുകൾ പുതുക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾ ആദ്യം സിവിൽ ഡിഫൻസ് വിഭാഗത്തിൽ നിന്നുള്ള ലൈസൻസിന് അപേക്ഷിക്കണം. തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥാപനം സന്ദർശിച്ച് പരിശോധന നടത്തും. മതിയായ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ലൈസൻസ് അനുവദിക്കൂ. സിവിൽ ഡിഫൻസിൽ നിന്നുള്ള ലൈസൻസ് ലഭിക്കാത്ത സ്ഥാപനങ്ങളുടെ കൊമേഴ്സ്യൽ ലൈസൻസുകൾ പുതുക്കാനാകില്ല. ഫെബ്രുവരി 20 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. മുനിസിപ്പൽ ഗ്രാമ പാർപ്പിടകാര്യ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. ഉപയോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാനുമാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ സിവിൽ ഡിഫൻസ് ആരംഭിച്ച സലാമ പോർട്ടൽ വഴി സ്ഥാപനങ്ങൾക്കാവശ്യമായ വിവിധ സേവനങ്ങൾ ലഭ്യമാണ്. സുരക്ഷാ ഉപകരണങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അനുവദിക്കൽ, വ്യാപാര സ്ഥാപനങ്ങളുടെ ഫയൽ വിവരങ്ങൾ തിരുത്തൽ, ടെക്നിക്കൽ റിപ്പോർട്ടുകൾ അനുവദിക്കൽ, സുരക്ഷാ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും കൺസൾട്ടിംഗ് എഞ്ചിനീയറിംഗ് ഓഫീസുകൾക്കും അംഗീകാരം നൽകൽ തുടങ്ങിയ സേവനങ്ങൾ സലാമ പോർട്ടൽ വഴി ഓൺലൈനായി ലഭിക്കുമെന്ന് സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1 ജിദ്ദ. സൗദിയിലെ തൊഴിൽ മേഖലയിൽ യുവജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു. ഇതിനായി യുവജന വികസന പദ്ധതി അധികൃതർ പ്രഖ്യാപിച്ചു. നിലവിൽ സൗദിയുടെ മൊത്തം ജനസംഖ്യയുടെ 44% യുവാക്കളാണ്. യുവജനങ്ങൾ നമ്മുടെ സമ്പത്താണ് എന്ന തലക്കെട്ടിൽ സാമൂഹിക വികസന മന്ത്രാലയമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ സംഭാവന വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. മൊത്തം തൊഴിൽ മേഖലയുടെ 78% നിലവിൽ യുവാക്കളാണ്. ഇതിലടക്കം പങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 30-ലധികം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ഇത് നടപ്പിലാക്കുക. സൗദി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ റാജിഹാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പദ്ധതിക്ക് 10ഓളം പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. അവ പൂർത്തീകരിക്കാൻ യുവാക്കൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവസരങ്ങൾ വികസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 20 പുതിയ സംരംഭങ്ങളും 40 പദ്ധതികളും ഇതിന്റെ നടത്തിപ്പിനായി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വിഷൻ 2030ന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തമീം CP, മീഡിയ 1 റിയാദ്. ദുബായിൽ ഒരു റോഡ് നവീകരണ പദ്ധതി കൂടി പൂർത്തീകരിച്ച് റോഡ് ഗതാഗത അതോറിറ്റി. നഗരത്തിലെ അൽജീരിയ സ്ട്രീറ്റ്സിന്റെയും അൽ ഗവാനീജ് സ്ട്രീറ്റിന്റെയും ജംഗ്ഷൻ മുതലുള്ള നവീകരണമാണ് പൂർത്തിയായത്. തൂനി സ്ട്രീറ്റ് അൽ മുഹൈസ്ന അൽ മിസാർ വരെയുള്ള 2 കിലോമീറ്റർ നീളത്തിലാണ് റോഡ് വിപുലീകരണം.
അൾജീരിയ സ്ട്രീറ്റിലെ റോഡിന്റെ ഇരുഭാഗത്തും ഓരോ ലൈൻ വീതം പദ്ധതിയുടെ ഭാഗമായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നേരത്തെ 2 ലൈനായിരുന്നത് നിലവിൽ 3 വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ റോഡിലെ ഇരുഭാഗത്തും മണിക്കൂറിൽ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം 6000-ൽ നിന്ന് 9000-ആയി വർദ്ധിച്ചതായി RTA ട്രാഫിക് ആൻഡ് റോഡ്സ് ഏജൻസി ഡയറക്ടർ ഹമദ് അൽ ഷഹി പറഞ്ഞു. പദ്ധതി മുഖേന നിലവിലെ റൗണ്ട് അബൌട്ടിനെ സിഗ്നലോടെയുള്ള ജംഗ്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഇടതുഭാഗത്തേക്ക് തിരിയുന്നതിന് ഇതിലൂടെ സാധിക്കും. നവീകരണ പ്രവർത്തനങ്ങൾ റോഡിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തിയതിനൊപ്പം തിരക്കുള്ള സമയങ്ങളിൽ അൽഖവാനീജ് സ്ട്രീറ്റിൽ നിന്ന് തുനീസ് സ്ട്രീറ്റിലേക്കുള്ള യാത്രാസമയം 15 മിനിറ്റിൽ നിന്ന് 7 മിനിറ്റായി കുറയ്ക്കാനും സഹായിക്കും. ഇതനുസരിച്ച് മേഖലയിലെ ട്രാഫിക് 50% കുറയുകയും യാത്ര കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. മുഹൈസിനയിലെയും അൽ മിസാറിലെയും റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികൾക്ക് ഏറെ ഗുണകരമാകുന്നതാണ് പുതിയ വിപുലീകരണം. അൾജീരിയ സ്ട്രീറ്റിന്റെ ഇടതുഭാഗത്തുകൂടി സ്ട്രീറ്റ് 11 മുതൽ സ്ട്രീറ്റ് 27 വരെയും വലതുഭാഗത്ത് സ്ട്രീറ്റ് 27 മുതൽ തുനീസ് സ്ട്രീറ്റ് വരെയും സൈക്ലിംഗ് ട്രാക്കുകളും കാൽനടക്കാർക്കുള്ള പാതകളും വികസിപ്പിച്ചിട്ടുണ്ട്. പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൾജീരിയ സ്ട്രീറ്റിന്റെ ഇരുഭാഗങ്ങളിലും സർവീസ് റോഡും നിർമ്മിച്ചിട്ടുണ്ട്. മീഡിയ 1 ദുബൈ. ഈ വർഷത്തെ ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ പ്രഖ്യാപിച്ചു. മേളയ്ക്ക് മുന്നോടിയായി ലൈറ്റ് വില്ലേജിന്റെ ഉദ്ഘാടനവും അല്പം മുൻപ് നടന്നു. ഷാർജ ടൂറിസം അതോറിറ്റി ചെയർമാൻ ഖാലിദ് ജാസിം അൽ മിത്ഫയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഫെബ്രുവരി 7-നാണ് ലൈറ്റ് ഫെസ്റ്റിവൽ ആരംഭിക്കുക. This year we have, of course, the slogan is reflections, and we will see the reflections in many of the different locations that we have. And we're sure today that we are contributing also to the community, because in the Light Village, for example, we have 55 SMEs participating from the national companies with food trucks, other services, contributing to the national GDP and economy, and at the same time to support them to grow in their business. Plus all the artwork that we see with those amazing iconic buildings that we have, and the facades that we have, they are really iconic and have a lot of detail. It is challenging for the artists, 15 international artists coming from different parts of the world to participate and design these buildings, these light shows on our facades, and this is really interesting. And sound and light is very important. When you combine them, you have this immersive experience. We hope that everyone joins us in visiting the Sharjah Light Festival 2024. മേളയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ലൈറ്റ് വില്ലേജിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, എത്ര ദിവസമാണ് ഇത്തവണ ഷാർജ ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കുക? എന്താണ് ഇത്തവണ മേളയുടെ പ്രത്യേകതകൾ? മറ്റു വിവരങ്ങൾ? ഈ മാസം 7 മുതലാണ് ഷാർജ വെളിച്ച മഹോത്സവത്തിന് തുടക്കമാവുന്നത്. അതിന് മുന്നോടിയായി ഇവിടെ ഒരുക്കിയിട്ടുള്ള ലൈറ്റ് ഫെസ്റ്റിവലിൻ്റെ സോഫ്റ്റ് ലോഞ്ച് ഇന്ന് നടന്നു. ഈ ലൈറ്റ് ഫെസ്റ്റിവലും പൂർണ്ണമായും സജ്ജമാകുന്നത് 6-ാം തീയതി മുതലായിരിക്കും. ഇതിൻ്റെ ഒരു പ്രധാന വേദിയാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഷാർജ യൂണിവേഴ്സിറ്റി ഹാള്. അവിടെയാണ് വെളിച്ച മഹോത്സവത്തിൻ്റെ പ്രധാന വേദികളിലൊന്ന്. പ്രദർശനങ്ങളൊക്കെ നടക്കുന്ന ഒരു വേദി യൂണിവേഴ്സിറ്റി ഹാളാണ്. അതിന് തൊട്ടടുത്തായിട്ടാണ് നിരവധി ഭക്ഷണശാലകളും വെളിച്ച സംവിധാനങ്ങളുമുള്ള ലൈറ്റ് വില്ലേജ് ഒരുക്കിയിട്ടുള്ളത്. 55 ഭക്ഷണശാലകളാണ് ഒരുക്കിയിട്ടുള്ളത്. 12 ദിവസം, അതായത് 7-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ഈ മേള തുടരുന്നത്. 12 മേഖലകളിൽ ഷാർജ നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ, വിവിധ കെട്ടിടങ്ങളിൽ, പ്രധാന കെട്ടിടങ്ങളിൽ വെളിച്ച മഹോത്സവം നടക്കും. അതോടൊപ്പം തന്നെ കൽബ, ഹുർഫുഖാൻ തുടങ്ങിയ മേഖലയിലും വെളിച്ച മഹോത്സവത്തിൻ്റെ ഭാഗമായി വിവിധ സർക്കാർ മന്ദിരങ്ങൾ വെളിച്ച മഹോത്സവത്തിൻ്റെ പല വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിക്കും. റിഫ്ലക്ഷൻസ് എന്നതാണ്, പ്രതിഫലനം എന്നുള്ളതാണ് ഈ വർഷത്തെ മേളയുടെ തീം തന്നെ. അല്പം മുമ്പ് ഷാർജ ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി ചെയർമാനാണ് ഈ വർഷത്തെ മേള പ്രഖ്യാപിച്ചത്. അതോടൊപ്പം ഈ ഷാർജ ലൈറ്റ് വില്ലേജിൻ്റെ തുടക്കവും അദ്ദേഹം കുറിച്ചു. അടുത്ത ദിവസങ്ങളിൽ, അതായത് 7-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിരവധി ജനങ്ങൾ ഷാർജയിൽ നിന്നും UAE-യിൽ നിന്നും മറ്റ് എമിറേറ്റുകളിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നിരവധി പേർ ഈ വെളിച്ച മഹോത്സവം കാണാനായിട്ട് എത്തും. ഷാർജയുടെ ഒരു പ്രത്യേകതയാണ് ലൈറ്റ് ഫെസ്റ്റിവൽ. ഇത് തുടർച്ചയായി 13-ാം തവണയാണ് ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത്. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഷാർജയിലെ കലാപ്രേമികളും അതേപോലെ തന്നെ ഈ മഹോത്സവങ്ങളെ സ്നേഹിക്കുന്നവരും. ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ. ഒമാനിലെ സീബ് സൂക്കിൽ ഉണ്ടായ
തീപിടുത്തം വ്യാപാരികൾക്ക് വരുത്തിവെച്ചത് ലക്ഷങ്ങളുടെ നാശനഷ്ടം. ഇതിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തമാകാൻ മാസങ്ങൾ എടുക്കുമെന്ന് സൂക്കിലെ വ്യാപാരികൾ പറയുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 2:30യോടെയായിരുന്നു സൂക്കിൽ തീപിടുത്തമുണ്ടായത്. നിരവധി ഗോഡൌണുകളും വെയർഹൌസുകളുമാണ് കത്തിനശിച്ചവയിൽ ഉൾപ്പെടുന്നത്. റമദാൻ പെരുന്നാൾ സീസണുകൾ മുന്നിൽ കണ്ട് സൂക്കിലെ വ്യാപാരികൾ സാധനങ്ങൾ ഇറക്കിയിരുന്നു. ഇതാണ് ഒറ്റ രാത്രിയിലെ തീപിടുത്തത്തിൽ ഇല്ലാതായത്. ഒരു സാധനങ്ങൾ പോലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം കടകൾ നശിച്ചു. ഇത് പുതുക്കിപ്പണിത് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ ലക്ഷങ്ങൾ വേണ്ടിവരും. കടത്തിനു മുകളിൽ കടത്തിലേക്കായിരിക്കും ഇത് ഞങ്ങളെ നയിക്കുകയെന്ന് വ്യാപാരികൾ പറഞ്ഞു. സീപ്പ് സൂക്കിലാണ്. സീപ്പ് സൂക്കിൽ 10-23 കട ഇങ്ങനെ മൊത്തം കത്തിപ്പോയിട്ടുണ്ട്. അതിൽ 3 കട മലയാളിയുടെ കടയാണ്. മലയാളിയുടെ കടയിൽ കട നിറച്ചും സാധനം ഉണ്ടായിരുന്നു. എൻ്റെ കടയിൽ 10-35 ലക്ഷം രൂപയുടെ സാധനം നഷ്ടം, 35 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. മലയാളികളുടേതുൾപ്പെടെ 20-ലധികം കടകൾക്കാണ് തീപിടിച്ചത്. ഇതിൽ 17 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഒമാൻ സ്വദേശികളോടൊപ്പം ഇന്ത്യക്കാർ, ബംഗ്ലാദേശുകാർ, പാകിസ്ഥാനികൾ എന്നിവരാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. ഏകദേശം 10-22 കടകൾ മൊത്തമായിട്ട് കത്തിപ്പോയിട്ടുണ്ട്. നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കുറെ ബംഗാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്, മലയാളികളുണ്ട്, അങ്ങനെ കുറെ എല്ലാം മിക്സ് ആയിട്ടുണ്ടായിരുന്നു. തീപിടുത്തം നടന്ന സീബ് സൂക്ക് ഡെപ്യൂട്ടി ഗവർണർ സന്ദർശിച്ചു. തീപിടുത്തത്തിന്റെ ആഘാതം മനസ്സിലാക്കാനും നാശനഷ്ടങ്ങളും മറ്റും വിലയിരുത്തുന്നതിനുമായിരുന്നു ഗവർണറുടെ സന്ദർശനം. റെഡിമെയ്ഡ് ഷോപ്പ്, ഫുട്വെയർ, അത്തർ, അബായ, പർദ ഷോപ്പ്, കമ്പിളി വസ്ത്രവിൽപ്പന ഷോപ്പ്, ഒമാനി പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കട തുടങ്ങിയവയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. മീഡിയ 1 മസ്കത്ത്. അബുദാബിയിൽ ഫെബ്രുവരി 14 ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന കൂറ്റൻ ഹിന്ദു ക്ഷേത്രത്തിന്റെ നിർമ്മാണ ജോലികൾ അന്തിമഘട്ടത്തിൽ. അബുദാബി ദുബൈ പ്രധാന ഹൈവേക്ക് സമീപം അബു മുറൈഖയിലാണ് പിങ്ക് വെള്ള മാർബിളിൽ കൈകൊണ്ട് കൊത്തിയെടുത്ത ശില്പങ്ങൾ ചേർത്തുവെച്ചുകൊണ്ടുള്ള ക്ഷേത്ര നിർമ്മാണം. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും പ്രവേശനം അനുവദിക്കുന്ന ക്ഷേത്രം UAE-യിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായും മാറും. MCA നാസർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രം. അതാണ് ഫെബ്രുവരി 14 ഉദ്ഘാടനം നടക്കാൻ പോകുന്ന ഈ ക്ഷേത്രം. UAE-യിലെ 7 എമിറേറ്റുകളുണ്ട്. അതിനെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് 7 ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ്. This temple is the symbol of generosity of the rulers of UAE, the sincerity of the leader of India, and the spirituality of our spiritual leader Pramukh Swami and Mahant Swami. The temple has 7 spires that represents harmony of Hinduism, at the same time the unity of the UAE. ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം തല ഉയർത്തി നിൽക്കുന്നത്. അതിൻ്റെ പരിസര പ്രദേശങ്ങൾ കൂടി കണക്കുകൂട്ടുമ്പോൾ മൊത്തം ക്ഷേത്രത്തിൻ്റെ വിസ്തൃതി എന്നത് 27 ഏക്കർ. ഈ സ്ഥലം അത്രയും അബുദാബി സർക്കാർ സൗജന്യമായി ക്ഷേത്ര കമ്മിറ്റിക്ക് കൈമാറിയതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, പരമാവധി പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പാലിച്ചിരിക്കുന്നത് എന്നതാണ്. കരകൗശല വിദ്യയുടെ എല്ലാ സാധ്യതകളും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. It is made of pink sandstone from Rajasthan and marble coming from Italy. The marble and the stone is taken to small villages in Rajasthan where around 3,000 artisans are hand carving them since last 3 years. A unique number is given to each of the stone. They are dry fitted there and then in wooden planks they are shipped to UAE, where the artisans here, what you see in front of us, they connect the stones just like a jigsaw puzzle, and by the weight of the top stone the entire structure stays. So the beauty or the uniqueness is we have not used any iron or ferrous material in this entire temple, just to maintain the purity of the temple. ലോക സമാധാനം, സഹവർത്തിത്വം, ഐക്യം, സമത്വം ഇവയെ കൂടിയാണ് ഈ ക്ഷേത്രം പ്രതീകവൽക്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മാണ രീതികളിൽ എല്ലാം സമന്വയിപ്പിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള നീക്കവും ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. പേർഷ്യൻ, ചൈനീസ്, മെസപ്പൊട്ടോമിയൻ സാംസ്കാരിക മുദ്രകൾ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയതും
ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. പുരാണ കഥകളാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും. മഹാഭാരതവും രാമായണവും അയ്യപ്പചരിതവുമൊക്കെ ഈ ക്ഷേത്രത്തിൽ ഇതൾ വിരിയുകയാണ്. There is a full stories carved. So starting from the Valmiki writing Ramayana to the Ayodhya is carved. Ayodhya, you can see the big palace, to the temple also you can see, and then the Ram's birth, Janaki's birth from the earth. Once they grow up, of course there is Swayamvar, the wedding ceremony is there, and after that Love Kush, the Shabri, the whole stories is carved. So you can see here. See, when the young generation come, they don't know about the stories. So we have kept, our Guruji told that we have to keep it at the eye level. So even the small children, they can see. So our mom can explain, okay, this is the story. So we can keep our culture, our history, the values intact with the future generations also. ഏഴ് മൂർത്തികളാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അതിൽ അയ്യപ്പനും ഉൾപ്പെടുന്നുണ്ട്. സഹിഷ്ണുതയും സമാധാനവും അത് നൽകാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ആരാധനാലയങ്ങൾ അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത്. ക്യാമറ പേഴ്സൺ യാസർ അർഫാത്തിനൊപ്പം MC നാസർ, മീഡിയ 1, അബുദാബി. പ്രതിരോധ സഹകരണ മേഖലയിൽ പുത്തൻ ചുവടുവെപ്പുമായി ഇന്ത്യയും ഒമാനും. പ്രതിരോധ സാമഗ്രികളുടെയും ഉപകരണങ്ങളുടെയും കൈമാറ്റം സംബന്ധിച്ച് ഇന്ത്യയും ഒമാനും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. മസ്കത്തിൽ നടന്ന 12ാമത് സംയുക്ത സൈനിക സഹകരണ കമ്മിറ്റി യോഗത്തിൽ ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനയും ഒമാൻ പ്രതിരോധ മന്ത്രാലയം സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ബിൻ നസീർ ബിൻ അലി അൽ സാബിയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. യോഗത്തിൽ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ശക്തമായ പ്രതിരോധ സഹകരണം ഇരുപക്ഷവും അവലോകനം ചെയ്തു. പരിശീലനം, സംയുക്ത അഭ്യാസ പ്രകടനം, വിവരങ്ങൾ പങ്കിടൽ, സമുദ്രശാസ്ത്രം, കപ്പൽ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. കഴിഞ്ഞ ഡിസംബറിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഭാവിക്കുവേണ്ടി പങ്കാളിത്തം എന്ന തലക്കെട്ടിൽ ഇന്ത്യ ഒമാൻ സംയുക്ത ദർശനരേഖ മുന്നോട്ടുവച്ചിരുന്നു. ഇതിന്റെ ചുവടുപിടിച്ചാണ് ധാരണയിലെത്തിയിരിക്കുന്നത്. 2 ദിവസത്തെ ഒമാൻ സന്ദർശനത്തിനിടെ ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി ഒമാൻ പ്രതിരോധ സെക്രട്ടറിയുമായി വിവിധ ഉഭയകക്ഷി ചർച്ചകളും നടത്തി. ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പ്രതിരോധ പങ്കാളികളിലൊന്നാണ് ഒമാൻ. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിൽ മാധ്യമ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ. വിശ്വാസയോഗ്യമല്ലാത്ത ഉറവിടങ്ങളിൽ നിന്നുള്ളതോ വസ്തുതാവിരുദ്ധമായ വാർത്തകളോ പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വാർത്താവിതരണ മന്ത്രാലയം പ്രതിനിധി അൽ സുബൈ അറിയിച്ചു. രാജ്യത്തിന്റെ മാന്യമായ പ്രതിച്ഛായ പ്രദർശിപ്പിക്കുന്ന ഉള്ളടക്കമായിരിക്കണം വാർത്തകളിൽ ഉണ്ടായിരിക്കേണ്ടത്. വാർത്താ റിപ്പോർട്ടിംഗിൽ കൃത്യത ഉയർത്തിപ്പിടിക്കാൻ അൽ സുബൈ വിവിധ മാധ്യമ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇലക്ട്രോണിക് മീഡിയ നിയമം അനുസരിക്കാൻ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിലെ സ്ത്രീ സമൂഹത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റണമെന്ന് US-ലേക്കുള്ള സൗദി അംബാസിഡർ റീമ ബിൻത് ബന്ദർ. വിമൻസ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് സൗദിയിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് പ്രതികരണം. ഈ വർഷത്തെ വിമൻസ് ടെന്നീസ് അസോസിയേഷൻ ഫൈനൽ ചാമ്പ്യൻഷിപ്പ് സൗദിയിൽ നടത്താനുള്ള തീരുമാനത്തിൽ മുതിർന്ന താരങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. സൗദിയിലെ നിയമങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങളെക്കുറിച്ചുമാണ് താരങ്ങൾ വിമർശനമുന്നയിച്ചത്. ഇതിനെ തുടർന്ന് US-ലെ സൗദി അംബാസഡർ റീമ ബിൻത് ബന്ദർ പ്രതികരണവുമായി രംഗത്തെത്തി. സൗദിയെക്കുറിച്ചുള്ള പടിഞ്ഞാറൻ ധാരണകൾ മാറ്റണം. സ്ത്രീ ശാക്തീകരണത്തിൽ ലോകരാജ്യങ്ങളിൽ തന്നെ സൗദി മുൻപന്തിയിലാണ്. സൗദിയിൽ നിലവിൽ 3,30,000 രജിസ്റ്റർ ചെയ്ത വനിതാ അത്ലറ്റുകളുണ്ട്. ഇതിൽ 14,000 പേർ ടെന്നീസ് കളിക്കാരാണെന്നും അംബാസഡർ പറഞ്ഞു. കൂടാതെ 3 ലക്ഷത്തിലധികം സ്ത്രീകൾ സ്വന്തമായി ബിസിനസ് നടത്തുന്ന രാജ്യമാണിത്. സൗദിയിൽ നിന്നൊരു സ്ത്രീ ബഹിരാകാശ യാത്രയും നടത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സൈന്യത്തിലും നിലവിൽ വലിയ തോതിലാണ് സ്ത്രീ പ്രാതിനിധ്യം. സൗദിയിലെ ചെറുകിട ഇടത്തരം കമ്പനികളിലും 25% സ്ത്രീകളാണ്. ഇതൊന്നും കാണാതെയാണ് പിന്തിരിപ്പൻ നിലപാടുമായി താരങ്ങൾ രംഗത്തെത്തിയതെന്നും അത്തരം ധാരണകൾ തിരുത്തണമെന്നും റീമ ബിൻത് ബന്ദർ ആവശ്യപ്പെട്ടു. തമീം CP, മീഡിയ 1 റിയാദ്.
2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള പൊതു ബജറ്റിന്റെ കരട് മന്ത്രിമാരുമായി സമിതിക്ക് സമർപ്പിച്ചതായി കുവൈത്ത് ധനമന്ത്രാലയം അറിയിച്ചു. മന്ത്രിസഭാ സമിതിയിലെ ചർച്ചകൾക്ക് ശേഷം പൊതു ബജറ്റ് ദേശീയ അസംബ്ലിക്ക് റഫർ ചെയ്യും. 18.7 ബില്യൺ ദിനാറാണ് ഈ വർഷം ആകെ വരുമാനം പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 16.23 ബില്യൺ ദിനാറും എണ്ണ വരുമാനവും 2.42 ബില്യൺ ദിനാർ എണ്ണ ഇതര വരുമാനവുമാണ്. 5.8 ബില്യൺ ദിനാർ കമ്മിയാണ് ഈ വർഷം ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. ബജറ്റിലെ ആകെ ചെലവിൽ 79.4% ശമ്പളത്തിനും സബ്സിഡിക്കുമായാണ് ചെലവഴിക്കുന്നത്. കുവൈത്തിന്റെ കയറ്റുമതി വരുമാനത്തിന്റെ 95% എണ്ണയിൽ നിന്നാണ്. ഇന്ത്യയുടെ സെക്യുലറിസം തകർത്ത് ഇന്ത്യയെ ഒരു മതരാജ്യമാക്കി തീർക്കാനുള്ള നീക്കങ്ങൾക്ക് ഭരണകൂടം തന്നെ നേതൃത്വം നൽകുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. കുവൈത്തിലെ അംബാസിയ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന കലാ കുവൈത്ത് 45-ാം വാർഷിക പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുവൈത്തിൽ പ്രവാസിയുടെ വീട്ടിൽ മോഷണം. ഹവല്ലി അൽ മുത്തന്ന സ്ട്രീറ്റിലെ ബ്ലോക്ക് 6-ൽ താമസിക്കുന്ന പ്രവാസിയുടെ അപ്പാർട്ട്മെന്റിലാണ് മോഷണം നടന്നത്. 8000 ദിനാർ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷണം പോയതായി പോലീസിൽ പരാതി നൽകി. ഫോറൻസിക് സംഘം വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയതായി അധികൃതർ അറിയിച്ചു. സൗദി ലുലു സംഘടിപ്പിച്ചു വന്ന ഇന്ത്യ ഫെസ്റ്റിവൽ സമാപിച്ചു. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള പരസ്പര സൗഹൃദം മേളയെ വ്യത്യസ്തമാക്കിയതായി ഫെസ്റ്റിവൽ സന്ദർശിച്ച് ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞു. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായാണ് മേള ഒരുക്കിയത്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി സൗദി ലുലു സംഘടിപ്പിച്ചു വന്ന ഇന്ത്യ ഫെസ്റ്റ് സമാപിച്ചു. മേളയിലൂടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും സാംസ്കാരിക വിനിമയം സാധ്യമാക്കുന്നതിനും സാധിച്ചതായി ലുലു മാനേജ്മെന്റ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സ്വദേശികളുൾപ്പെടെയുള്ള ഉപഭോക്താക്കൾക്ക് പുതിയ അനുഭവം പകർന്നു. ഒപ്പം തനത് നാടൻ രുചിക്കൂട്ടുകളും മേളക്ക് മികവേകി. റിയാദ് മുറബ അവന്യ മാളിലെ മേള സൗദി ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ സന്ദർശിച്ചു. ഇന്ത്യ സൗദി സൗഹൃദപാതയിൽ ലുലു അർപ്പിച്ച സേവനങ്ങളെ അംബാസിഡർ സ്മരിച്ചു. ലുലു ഗ്രൂപ്പിന്റെ അതിശയിപ്പിക്കുന്ന വളർച്ചയ്ക്ക് സൗദി ഭരണാധികാരികളിൽ നിന്നും ലഭിച്ച പിന്തുണയ്ക്ക് നന്ദി അർപ്പിക്കുന്നതായി സൗദി ലുലു ഡയറക്ടർ ഷഹീം മുഹമ്മദ് പറഞ്ഞു. മേളയുടെ ഭാഗമായി ഇന്ത്യൻ അറബിക് നൃത്തങ്ങളും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഫാഷൻ ഉൽപ്പന്നങ്ങളുടെ കമനീയ ശേഖരവുമായി സജ്ജീകരിച്ച ഇന്ത്യൻ മാർക്കറ്റും മേളയുടെ ഭാഗമായി. മീഡിയ 1 ദമാം. അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും മഹാമേളയായ ഗൾഫ് മാധ്യമം മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് എജു കഫേക്ക് വെള്ളിയാഴ്ച അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ തുടക്കമാകും. വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കുന്ന എജു കഫേയിൽ വിജ്ഞാനത്തിന്റെയും കരിയർ സാധ്യതകളുടെയും അനന്ത സാധ്യതകളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. ഇന്ത്യയിലെയും വിദേശത്തെയും യൂണിവേഴ്സിറ്റികൾ, മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ എന്നിങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിവിധ സ്ഥാപനങ്ങൾ പ്രദർശനത്തിലുണ്ട്. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് മേളയുടെ ഡിസൈൻ. മേളയോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ മികച്ച ആശയങ്ങൾക്ക് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ഇന്നൊവേഷൻ അവാർഡും സമ്മാനിക്കും. മമത മോഹൻദാസ്, ആരതി C രാജരത്നം, മെന്റലിസ്റ്റ് ആദി, ഡോക്ടർ മാണി പോൾ, മഹ്റൂഫ് CA എന്നിവർ എജു കഫേയിൽ വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും സംവദിക്കും. 2 ദിവസത്തെ മേളയിൽ രജിസ്ട്രേഷനും പ്രവേശനവും സൗജന്യമാണ്. കുവൈത്തിലെ മുൻനിര ഫാമിലി ഗ്രോസറായ ഓൺകോസ്റ്റ് ഫിൻതാസിൽ പുതിയ ഔട്ട്ലെറ്റ് തുറന്നു. പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ രമേശ് ആനന്ദദാസും കൊമേഴ്ഷ്യൽ ഡയറക്ടർ ജിഹാദ് സെയ്ഫും ചേർന്ന് നിർവഹിച്ചു. ഓൺകോസ്റ്റ് മാനേജ്മെന്റ് അംഗങ്ങളും പൗരപ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കുവൈത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സാന്നിധ്യമുറപ്പിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രോസറി റീറ്റെയിലായി മാറുക എന്ന ലക്ഷ്യത്തിലേക്ക് ഓൺകോസ്റ്റ് ഒരു പടി കൂടി അടുത്തതായി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ രമേശ് ആനന്ദദാസ് പറഞ്ഞു. ഈ വർഷം 5 പുതിയ ബ്രാഞ്ചുകൾ കൂടി തുറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തനിമ കുവൈത്ത് APJ അബ്ദുൽ കലാം പേൾ ഓഫ് ദി സ്കൂൾ അവാർഡ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 2-ന് അബ്ബാസിയ ഓക്സ്ഫോർഡ് പാകിസ്ഥാനി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കുവൈത്തിലെ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. കുവൈത്തിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും കലാ, കായിക, സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 26 വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകുന്നത്. മുജാഹിദ് ഗേൾസ് മൂവ്മെന്റ് കുവൈത്ത് വനിതാ സമ്മേളനം സംഘടിപ്പിച്ചു. സാൽമിയ ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ നടന്ന സമ്മേളനം കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി ഫൈസൽ നന്മണ്ട മുഖ്യപ്രഭാഷണം നടത്തി. അമേരിക്കൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്
റസിയ നിസാർ സ്ത്രീകളിലെ മാനസിക സമ്മർദ്ദവും പരിഹാരവും എന്ന വിഷയത്തിൽ സംസാരിച്ചു. കരിപ്പൂരിൽ നടക്കുന്ന 10ാം മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. യൂനുസ് സലീം, ഡോക്ടർ ലബീബ, ഗനീമ റഫീഖ്, ഷൈബി നബീൽ എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. കെഫോക് മാസ്റ്റേഴ്സ് ലീഗ് പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഗ്രൂപ്പ് എയിലെ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് കുവൈത്ത്, ഇന്നോവേറ്റീവ് FC, സിഎസ്കോ കുവൈത്ത്, സ്പോക്സ് FC, CFC സാൽമിയ എന്നീ ടീമുകൾ വിജയിച്ചു. മാക് കുവൈത്തും സിൽവർ സ്റ്റാർസും തമ്മിലുള്ള മത്സരം സമനിലയിൽ പിരിഞ്ഞു. കുവൈത്തിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ മുഹമ്മദ് ഷെരീഫ് PT മുഖ്യ അതിഥിയായിരുന്നു. മികച്ച കളിക്കാരുമായി ജാഫർ ഇർഷാദുൽ അജ്മൽ, ജാവേദ് ഇബ്രാഹിം, റഹ്മാൻ എന്നിവർ തെരഞ്ഞെടുത്തു. മത്സരങ്ങൾക്ക് കെഫാക് മാനേജ്മെന്റ് ഭാരവാഹികൾ നേതൃത്വം നൽകി. അടുത്ത വെള്ളിയാഴ്ച മാക് കുവൈത്ത് നടത്തുന്ന ഏകദിന സെവൻസ് ടൂർണമെന്റ് നടക്കും. ദമ്മാം പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പ്രവാസി എഴുത്തുകാരൻ മൻസൂർ പള്ളൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി ഗ്ലോബൽ കമ്മിറ്റി പ്രസിഡന്റ് CS പൊന്നാനി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മുഹമ്മദ് ഖാലിദ് അലി, അസ്ഫർ ഖുറേഷി, സലീം കളക്കര, അഷ്റഫ് നെയ്തല്ലൂർ എന്നിവർ പങ്കെടുത്തു. പ്രവാസത്തിൽ 3 പതിറ്റാണ്ട് പിന്നിട്ട കൂട്ടായ്മ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികളെ സംഗമത്തിൽ തെരഞ്ഞെടുത്തു. ഷമീർ, ഷാജഹാൻ, ഖലീൽ റഹ്മാൻ, ബിജു ദേവസി, അൻവർ സാദിഖ് എന്നിവർ നേതൃത്വം നൽകി. നീണ്ടകാലത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന രഞ്ജിനി വിശ്വന് കായംകുളം NRI യാത്രയയപ്പ് നൽകി. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. സംഘടനയുടെ ഉപഹാരം BS പിള്ള രഞ്ജിനി വിശ്വന് സമ്മാനിച്ചു. KG ശ്രീകുമാർ, സുനിൽ SS, സിനിജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. സൗദിയിലെ ജിദ്ദയിൽ ഇമാം ബുഖാരി മദ്രസ വിദ്യാർത്ഥികൾക്കായി കായിക മത്സരം സംഘടിപ്പിച്ചു. സ്പോർട്സ് ഫെസ്റ്റ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ മത്സരിച്ചു. തനിമ സാംസ്കാരിക വേദിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജിദ്ദ നോർത്തിലെ ഇമാം ബുഖാരി മദ്രസയാണ് വിദ്യാർത്ഥികൾക്കായി കായിക മത്സരം സംഘടിപ്പിച്ചത്. ഹൌസ് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ കിഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നിങ്ങനെ 4 വിഭാഗങ്ങളാക്കി തിരിച്ചായിരുന്നു മത്സരങ്ങൾ. മാർച്ച് പാസ്റ്റോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ വിവിധങ്ങളായ കായിക മത്സരത്തിൽ വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. പരിപാടിക്ക് സമാപനം കുറിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരം കാണാനെത്തിയ മലയാളികൾക്കും രക്ഷിതാക്കൾക്കും നവ്യാനുഭവവും ആസ്വാദനവും നൽകുന്നതായിരുന്നു. 2 സെഷനുകളിലായി നടന്ന പ്രോഗ്രാമിൽ തനിമ നോർത്ത് സോൺ പ്രസിഡന്റ് റഷീദ് കടവത്തൂർ അധ്യക്ഷനായിരുന്നു. മദ്രസ രക്ഷാധികാരി CH ബഷീർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈജ്ഞാനിക പക്വതയോടൊപ്പം കായികക്ഷമതയിലൂടെ നാടിനും സമൂഹത്തിനും ഉപകരിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രരായ ഒരു വിദ്യാർത്ഥി തലമുറയെ വാർത്തെടുക്കേണ്ടത് ഇന്നിന്റെ തേട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തനിമ നേതാക്കൾക്കും പ്രവർത്തകർക്കും പുറമെ സാമൂഹിക, സാംസ്കാരിക, ബിസിനസ് മേഖലകളിലുള്ളവരും പരിപാടിയിൽ സംബന്ധിച്ചു. മീഡിയ 1 ജിദ്ദ. സലാല KMCC 40ാം വാർഷികം ആഘോഷിക്കുന്നു. 1 വർഷം നീളുന്ന വിപുലമായ പരിപാടികളാണ് നടക്കുക. ഫെബ്രുവരി 9 നടക്കുന്ന കുടുംബ സംഗമത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിക്കുക. സലാലയിലെ ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മയായ സലാല KMCC വിപുലമായ രീതിയിൽ 40ാം വാർഷികം ആഘോഷിക്കുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും വിപുലമായ സമാപന പരിപാടിയെന്ന് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂർ പറഞ്ഞു. 40ാം വാർഷികം വളരെ വിപുലമായി കൊണ്ടാടാനുള്ള പരിപാടികളാണ്. അതിൻ്റെ തുടക്കം എന്നുള്ള നിലക്ക് ഈ 9ാം തീയതി ഫെബ്രുവരി 9 ഒരു കുടുംബ സംഗമത്തോടുകൂടി പരിപാടി തുടങ്ങുകയാണ്. ഫെബ്രുവരി 9 നടക്കുന്ന കുടുംബ സംഗമത്തിൽ വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസി മുഖ്യാതിഥിയായിരിക്കും. പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം മുൻ KMCC നേതാക്കളായ ഹുസൈൻ കാച്ചിലോടി, അബ്ദുൽ കലാം എന്നിവർ നിർവഹിച്ചു. ഓരോ ഏരിയ കമ്മിറ്റികൾക്കും വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്നത്. വാർഷികാഘോഷത്തിൻ്റെ ലോഗോ പ്രകാശനം പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ O അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. 41 അംഗ വാർഷിക സംഘാടക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. റഷീദ് കൽപ്പറ്റ ചെയർമാനും സൈഫുദ്ദീൻ അലിയമ്പത്ത് ജനറൽ കൺവീനറും അബ്ദുസലാം ഹാജി ഫൈനാൻസ് കൺവീനറും മുസ്തഫ ഫലൂജ കോ കൺവീനറുമാണ്. KMCC കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഹമീദ് ഫൈസി, അലി ഹാജി, ഹാഷിം കോട്ടക്കൽ, മഹ്മൂദ് ഹാജി, NK ഹമീദ്, കാസിം കൊക്കൂർ എന്നിവരും സംബന്ധിച്ചു. മീഡിയ 1 സലാല. KMCC ഖത്തർ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഫാമിലിയ 2024 നാളെ നടക്കും. അൽ മെഷാഫിലെ
പൊഡാർ പേൾ സ്കൂളാണ് വേദി. KMCC ഖത്തർ വനിതാ വിംഗ് കമ്മിറ്റിയുടെ പ്രഖ്യാപനവും പരിപാടിയിൽ നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള, വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട്, യുവ പ്രഭാഷക അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ എന്നിവർ സംസാരിക്കും. KMCC കലാസാഹിത്യ സാംസ്കാരിക വിഭാഗം സമീക്ഷയുടെ നേതൃത്വത്തിൽ സംഗീത സന്ധ്യയും വിവിധ കലാപരിപാടികളും അരങ്ങേറും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കൾച്ചറൽ ഫോറം ഖത്തർ, തിരൂർ, താനൂർ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗാന്ധി ക്വിസ് സംഘടിപ്പിക്കുന്നു. ദോഹയിലെ ICC മുംബൈ ഹാളാണ് വേദി. 2 പേരടങ്ങുന്ന ടീമായാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഫെബ്രുവരി 8 വൈകിട്ട് 6 മണിക്കാണ് ക്വിസ് മത്സരം നടക്കുക. കോഴിക്കോട് ജില്ലയിലെ തിക്കോടി പ്രദേശത്തുള്ളവരുടെ കൂട്ടായ്മയായ ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം GTF ബഹ്റൈൻ ചാപ്റ്ററിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. രാധാകൃഷ്ണൻ AK പ്രസിഡന്റായും, അബ്ദുറഹ്മാൻ അസീൽ ഉപദേശക സമിതി ചെയർമാനായും, രഞ്ജി സത്യൻ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. 25 അംഗ എക്സിക്യൂട്ടീവ് സമിതിയെയും 9 അംഗ ഉപദേശക സമിതിയെയും തെരഞ്ഞെടുത്തു. ബഹ്റൈനിൽ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷന്റെ 3ാമത് വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ, BKG ഹോൾഡിംഗ് ചെയർമാൻ KG ബാബുരാജ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹ്റൈന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷവും വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് അനിൽ കായംകുളത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ബംഗ്ലാവിൽ ഷെരീഫ്, ജോർജ് അമ്പലപ്പുഴ എന്നിവർ സംസാരിച്ചു. ബഹ്റൈനിൽ വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രവാസീസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ഔറ കലാകേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾക്കൊപ്പം നടന്ന ആഘോഷ ചടങ്ങിൽ ചെയർമാൻ FM ഫൈസൽ അധ്യക്ഷത വഹിച്ചു. മനോജ് മയ്യന്നൂർ റിപ്പബ്ലിക് സന്ദേശം നൽകി. പ്രസിഡന്റ് ജ്യോതിഷ് പണിക്കർ, കാത്തു സച്ചിൻ ദേവ്, തോമസ് ഫിലിപ്പ്, സന്ധ്യ രാജേഷ് എന്നിവർ സംസാരിച്ചു. കുവൈത്ത് സെന്റ് തോമസ് പഴയ പള്ളി യുവജന പ്രസ്ഥാനം ഏകദിന സമ്മേളനം സംഘടിപ്പിച്ചു. സഹോദര യുവജന പ്രസ്ഥാനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച സമ്മേളനം ഫാദർ വിജു ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ എബ്രഹാം PJ അധ്യക്ഷത വഹിച്ചു. ഫാദർ മാത്യു M. മാത്യു, ഫാദർ ജോൺ ജേക്കബ് ജോൺസൺ, KKC ബിജു, സോജി വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈത്ത് കുടുംബക്ഷേമ പദ്ധതി വിതരണം ചെയ്തു. ഫർവാനിയ ഏരിയ അംഗം സഹദ് കുതിരോടിയുടെ കുടുംബത്തിനുള്ള സഹായം K. മുരളീധരൻ MP കൈമാറി. മൂടാടി പഞ്ചായത്ത് വാർഡ് മെമ്പർ ഉസ്ന, വിനോദ് K, കാളിയേരി മൊയ്തു, സന്തോഷ് KT, നജീബ്, PV സിറാജ്, എരഞ്ഞിക്കൽ എന്നിവർ പങ്കെടുത്തു. ബഹ്റൈനിലെ തൃശൂർ നിവാസികളുടെ കൂട്ടായ്മ ബഹ്റൈൻ തൃശൂർ കുടുംബം ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും 4ാം വാർഷികവും സംഘടിപ്പിച്ചു. ICRF ജനറൽ സെക്രട്ടറി പങ്കജ് നല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ജോഫി ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമൽദേവ് OK, അർജുൻ ഇത്തിക്കാട്ട്, ശ്രീജിത്ത് ഫറോക്ക് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. മനാമയിലെ ക്രൗൺ പ്ലാസ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ നോർത്തേൺ അറേബ്യ അപ്പോസ്തലിക് വികാരി ബിഷപ്പ് ആൾഡോ ബെറാർഡി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ജനാഹി, BFC CEO ദീപക് നായർ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. KCA പ്രസിഡന്റ് നിത്യൻ തോമസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി, വൈസ് പ്രസിഡന്റ് തോമസ് ജോൺ, KCA കോർ ഗ്രൂപ്പ് ചെയർമാൻ അബ്രഹാം ജോൺ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജെയിംസ് ജോൺ എന്നിവർ സംസാരിച്ചു. കേരള കാത്തലിക് അസോസിയേഷന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മുതിർന്ന അംഗങ്ങളെ പരിപാടിയിൽ ആദരിച്ചു. ഫാദർ ഫ്രാൻസിസ് ജോസഫ്, ഫാദർ ജേക്കബ് കല്ലുവിള, KCA സീനിയർ അംഗം സേവി മാത്തുണ്ണി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജെയിംസ് ജോൺ, ബഹ്റൈനിലെ പ്രവാസി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരും സാമൂഹിക പ്രവർത്തകരും വിവിധ സംഘടനാ പ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1 ബഹ്റൈൻ. എന്ന സന്ദേശവുമായി ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി SKSSF ബഹ്റൈനിൽ മനുഷ്യ ജാലികയൊരുക്കി. പരിപാടിയിൽ പ്രവാസി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ പങ്കെടുത്തു.
റിപ്പബ്ലിക് ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലുമായി വിവിധ കേന്ദ്രങ്ങളിൽ SKSSFന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ സംഗമങ്ങളുടെ ഭാഗമായാണ് ബഹ്റൈനിലും മനുഷ്യജാലിക സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവാസികൾ കൈകൾ കോർത്തുപിടിച്ച് സൗഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം വിളിച്ചോതി മനുഷ്യജാലിക തീർത്തു. അഷ്റഫ് അൻവരി ചേലക്കര ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ സദസ്സ് ഏറ്റുചൊല്ലി. മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബഹ്റൈനിലെ പ്രവാസി സമൂഹത്തിന്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്നവരും സംഘടനാ പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും ഒരുമയുടെ ശൃംഖലയിൽ കണ്ണിച്ചേരാനെത്തി. മീഡിയ 1 ബഹ്റൈൻ. ദമ്മാം ഖാലിദിയ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 11 ടൂർണമെന്റിന് വർണ്ണാഭമായ പരിപാടികളോടെ തുടക്കമായി. ക്ലബിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മേളയിൽ 14 ടീമുകൾ ഏറ്റുമുട്ടും. ഖാലിദിയ ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 11 ടൂർണമെന്റിന് വർണ്ണാഭമായ പരിപാടികളോടെ ദമ്മാം അൽതർജ് സ്റ്റേഡിയത്തിൽ തുടക്കമായി. ക്ലബിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മേളയിൽ ദമ്മാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന് കീഴിലുള്ള 14 ടീമുകൾ ഏറ്റുമുട്ടും. ഡിഫ പ്രസിഡന്റ് മുജീബ് കളത്തിൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. DMATCMD മുഹമ്മദ് ഷാഫി കിക്ക് ഓഫ് നിർവഹിച്ചു. ക്ലബിന്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നവാൽ കോൾഡ് സ്റ്റോർ CFO മനോജ് വാര്യർ നിർവഹിച്ചു. മിമിക്രി ആർട്ടിസ്റ്റ് അരിശ്രീ യൂസഫ് മുഖ്യ അതിഥിയായി. പ്രവിശ്യയിലെ ബിസിനസ്, സാമൂഹ്യ, സാംസ്കാരിക, ജീവകാരുണ്യ, മാധ്യമരംഗത്തുള്ളവർ സംബന്ധിച്ചു. ആദ്യ മത്സരത്തിൽ ഗാലക്സ് ഫിനിക്സ് FCയും 2ാം മത്സരത്തിൽ EMF റാക്കയും 3ാം മത്സരത്തിൽ ജുബൈൽ FCയും ജേതാക്കളായി. മൻസൂർ മങ്കട, ഷമീർ അൽഹൂദ്, സക്കീർ പാലക്കാട്, റാസിഖ് വള്ളിക്കുന്ന് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. കവിത വായനയുടെ നാനാർത്ഥങ്ങൾ എന്ന പരിപാടി അടുത്ത മാസം 4-ന് ദുബായിൽ നടക്കും. തെരഞ്ഞെടുത്ത 10 കവിതകളുടെ വായനയും വിശകലനവും കാഫ് കാവ്യസന്ധ്യയിൽ നടക്കും. വിദ്യാർത്ഥിനികളോട് അശ്ലീലം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എന്ന പരാതിയിൽ മഹാരാജാസ് കോളേജ് അറബിക് വിഭാഗം അധ്യാപകൻ നിസാമുദ്ദീനെതിരെ നടപടി. കോളേജിലെ യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ സ്ഥാനത്ത് നിന്ന് നിസാമുദ്ദീനെ മാറ്റി. നിസാമുദ്ദീനെതിരെ KSU, ഫ്രട്ടേണിറ്റി, MSF സംഘടനകൾ പരാതി നൽകിയിരുന്നു. മഹാരാജാസ് കോളേജിലെ അറബിക് വിഭാഗം അധ്യാപകനും സ്റ്റാഫ് അഡ്വൈസറുമായ നിസാമുദ്ദീനെതിരെ 10ഓളം വിദ്യാർത്ഥിനികളാണ് കോളേജിനും പോലീസിനും പരാതി നൽകിയത്. നിസാമുദ്ദീൻ ഫോണിലൂടെ അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ക്ലാസ് മുറിയിൽ വെച്ച് മോശമായി പെരുമാറിയെന്നുമായിരുന്നു പരാതി. കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയിട്ടും നടപടിയില്ലാതെ വന്നതോടെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് നിസാമുദ്ദീനെതിരെ നടപടിയുണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ നിസാമുദ്ദീനെതിരെ കോളേജ് പ്രിൻസിപ്പൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായതോടെ ഇന്നു ചേർന്ന സ്റ്റാഫ് കൗൺസിൽ യോഗത്തിലാണ് നിസാമുദ്ദീനെ യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചത്. നിസാമുദ്ദീന് പകരം മലയാളം വിഭാഗം അധ്യാപകൻ സുമിൻ ജോയിക്കാണ് ചുമതല. കോളേജ് യൂണിയൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് കോളേജിന്റെ വിശദീകരണം. വിദ്യാർത്ഥിനികൾ പോലീസിനു നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മീഡിയ 1 കൊച്ചി. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില നോക്കാം. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 0.9 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. മസ്കത്ത് കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. സലാല കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. UAE ദുബായ് കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. കറൻസി വിനിമയ നിരക്കുകൾ നോക്കാം. സൗദി റിയാൽ 22.14 പൈസ, UAE ദിർഹം 22 രൂപ 61 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 81 പൈസ, ഒമാൻ റിയാൽ 215 രൂപ 71 പൈസ, കുവൈത്ത് ദിനാർ 269 രൂപ 98 പൈസ, ബഹ്റൈൻ ദിനാർ 220 രൂപ 28 പൈസ. PDS ടവർ പൂർണ്ണമാകുന്നു.